ഹായ് ഫ്രണ്ട്സ്, സിനിമാ പ്രേമികൾ ഒട്ടാകെ ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി അക്ഷരാർത്ഥത്തിൽ കാത്തിരിക്കുന്ന സിനിമയാണ് ദൃശ്യം. 1ഉം 2ഉം ഭാഗങ്ങൾക്ക് ശേഷം ഇപ്പോൾ 3ആം ഭാഗവും തിയേറ്ററുകളിൽ എത്താൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ എല്ലാവരും ഒരു റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യണം. പോലീസിനും ഈ സൊസൈറ്റിയിലെ നല്ലൊരു ശതമാനം ആളുകൾക്കും ഈ കേസിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നന്നായിട്ട് അറിയാം. അതിനിടയിലാണ് സിനിമയുടെ ട്രെയിലർ പുറത്തിറങ്ങിയിരിക്കുന്നത്. ട്രെയിലറിൽ നിന്നും താൻ ചെയ്ത തെറ്റുകളിൽ ജോർജ് കുട്ടിക്ക് ഇപ്പോൾ കുറ്റബോധം തോന്നിയിരിക്കുന്നു എന്ന സൂചനയാണ് നൽകുന്നത്. താൻ ചെയ്തു വെച്ച കാര്യങ്ങൾ കാണുമ്പോൾ തൻ്റെ മക്കൾക്ക് താനൊരു ക്രിമിനൽ ആണെന്ന തോന്നൽ ഉണ്ടാകുമോ എന്നാണ് ജോർജ് കുട്ടി തൻ്റെ അഭിഭാഷകയോട് ചോദിക്കുന്നത്. ഇയാളാളൊരു കില്ലാടിയാ. ചുമ്മാതാണോ പോലീസുകാർ പോലും ചൊല്ലു പറഞ്ഞത്? ജോർജ് കുട്ടി തന്നെയല്ലേ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ തീർന്നു, ഇനി പേടിക്കാനൊന്നുമില്ലെന്ന്. ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി മലയാളികൾ മാത്രമല്ല, മൊത്തം സിനിമാ ലോകം ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന മലയാള സിനിമയാണ് ദൃശ്യം 3. പോലീസിന്റെ രീതികൾ മുൻകൂട്ടി കണ്ട് കളിക്കുന്ന ഒരാളാണല്ലോ അയാൾ. അപ്പോ പോലീസുകാരും അയാളുടെ ഒരു ഫാനാണ്. ഒരു സിനിമയുടെ 1ഉം 2ഉം ഭാഗങ്ങൾക്ക് വേണ്ടി അതേ രീതിയിലുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന അപൂർവം ചിത്രങ്ങളിൽ ഒന്നാണ് ദൃശ്യം 3. പിന്നെ ആ ജോർജ് കുട്ടി ആളൊരു കുറുക്കനാണ്. എല്ലാ ആകാംക്ഷകൾക്കും മറുപടിയായി 21-ന് സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും. മെയ് 21-ന് രാവിലെ 8 മണിക്കാണ് സിനിമയുടെ ആദ്യ ഷോ തിയേറ്ററുകളിൽ നടക്കുക. ഈ ആക്സിഡന്റ് കാര്യം എന്താ അവരോട് പറയാൻ പറ്റാതെ? അവരെ രക്ഷിക്കാനാണെങ്കിലും ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവരുടെ അച്ഛനൊരു ക്രിമിനലാണ് എന്നൊരു തോന്നലുണ്ടായാൽ. മെയ് 21 എന്ന ദിനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. മലയാളത്തിന്റെ മഹാനടനും ദൃശ്യത്തിന്റെ കാവൽക്കാരനുമായ മോഹൻലാലിന്റെ പിറന്നാൾ ദിനം കൂടിയാണ്. അതേസമയം ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചു തുടങ്ങി. ഏയ്, അവരങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഞാൻ തന്നെ അങ്ങനെ ചിന്തിച്ചു തുടങ്ങി. പിന്നല്ലേ, സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ജോർജ് കുട്ടി എന്ന മനുഷ്യനെ പോലീസ് തേടുകയില്ല. ജോർജ് കുട്ടി പോലീസിന്റെ പിന്നാലെയാണ്. സർ, ഇപ്പോഴല്ല നമ്മുടെ പ്രസക്തി. മീഡിയ ഇൻവെസ്റ്റിഗേഷനിലൂടെ ജീവൻ വെച്ച് തെളിയിക്കപ്പെട്ട എന്തോരം കേസുകളുണ്ട് സർ. അവരാരാണെന്ന് മനസ്സിലാക്കാൻ എന്തെങ്കിലും സൂചന തരാൻ പറ്റും? എന്നാൽ ഇത്തവണ ആ കാര്യത്തിൽ വല്ല ടിസ്റ്റും ഉണ്ടാകുമോ? ജോർജ് കുട്ടിയും കുടുംബവും പിടിക്കപ്പെടുമോ എന്നീ പല ചോദ്യങ്ങളും സിനിമയുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയരുന്നുണ്ട്. എന്തെങ്കിലും സൂചന തരാൻ പറ്റും? I want his full file on my desk as soon as possible. രണ്ടു ഭാഗങ്ങളിലും പിടിക്കപ്പെടാത്ത നായകൻ ഇത്തവണ പിടിക്കപ്പെടുമോ എന്നുള്ളതും വലിയൊരു ചോദ്യമായി തന്നെ ഉയരുന്നു. 2013 ഡിസംബർ 19-നാണ് ദൃശ്യത്തിന്റെ ആദ്യ ഭാഗം റിലീസ് ചെയ്തത്. എന്നാൽ അന്ന് ഇത് റിലീസ് ചെയ്യുമ്പോൾ ഇതിന്റെ 2ഉം 3ഉം ഭാഗങ്ങൾ ഉണ്ടാകുമെന്നതിൻ്റെ യാതൊരു വിധത്തിലുള്ള സൂചനയും ഉണ്ടായിരുന്നില്ല. പിന്നീട് അങ്ങോട്ട് ഓരോ ഭാഗങ്ങളിൽ ജോർജ് കുട്ടിക്കും കുടുംബത്തിനും എന്ത് സംഭവിച്ചു എന്ന ആകാംക്ഷയിലാണ് ഓരോ ആരാധകരും, ഓരോ സിനിമാ പ്രേമികളും, അല്ലേ? ഇനി അങ്ങനെയൊന്നും ചിന്തിക്കണ്ട, എല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞോ? ദൃശ്യം സിനിമയുടെ ട്രെയിലർ കണ്ട നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇഷ്ടപ്പെട്ടോ? ഈ തവണ ജോർജ് കുട്ടി പിടിക്കപ്പെടുമോ? മെയ് 21-ന് 8 മണിക്ക് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണാൻ നിങ്ങളിൽ എത്ര പേർ ടിക്കറ്റ് ബുക്ക് ചെയ്തു കഴിഞ്ഞു? നിങ്ങളുടെ ഏതൊരു അഭിപ്രായവും കമന്റ് ബോക്സിൽ എഴുതാൻ മറക്കണ്ട. ഇതുപോലുള്ള നല്ല രസകരമായ സിനിമയുടെ വിശേഷങ്ങളുമായി വരുന്നത് വരെ ദിസ് ഈസ് ഗോൾഡൻ പെൻ സൈനിങ് ഓഫ് വിത്ത്